ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ചിക്കൻ കാട്ടി റോളാണ് കേട്ടോ. അപ്പോൾ ചൈനീസ് ഫ്ലേവറിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗാർലിക്, ക്രഷ് ചെയ്ത ഗാർലിക് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇനി ഇതിലോട്ട് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 2 ഗ്രീൻ ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് ചിക്കന്, ഷ്രെഡ് ചെയ്തെടുത്ത ചിക്കന് ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്തതാണ് കേട്ടോ. 1 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇത് വെന്ത് ഉടഞ്ഞ് വരുന്ന പരുവത്തിലൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം 1 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂണ് ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത ഈ ഒരു സോസിലും അതുപോലെ ചിക്കൻ വേവിച്ചതിലൊക്കെ ഉപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫില്ലിങ്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ചപ്പാത്തിയും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് ഞാൻ ഷെസ്വാൻ ചില്ലി സോസാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ടൊമാറ്റോ സോസോ പുതിന ചട്നിയോ മയോനൈസോ എന്ത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷെസ്വാൻ ചില്ലി സോസിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ മുകളിലോട്ട് വെതറി കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് സ്ലൈസ് ചെയ്തെടുത്ത സവാളയൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട്. എന്നിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിൽ വെച്ചിട്ട് റോൾ ചെയ്യാം കേട്ടോ, നമ്മൾ ഷവർമൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇഫ്താർ ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ ഏത് കുട്ടികളും കഴിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്